മഹത്വമുണ്ടാകട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്ക് ഇവിടെ ചെറിയ രീതിയിലൊരു പ്രെയർ ഹാള് വയ്ക്കുവാനും അതിനുവേണ്ടി സമ്മതിച്ച ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ട അതിഥികളായിട്ട് കടന്നു വന്നിരിക്കുന്നവരെ, അവരെല്ലാവരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന പാസ്റ്റർ സത്യനേശൻ അവരുകളെയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ സഭയിലാകട്ടെ നമ്മോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഇവിടെ തന്നെ എല്ലാം മെയിൻ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ സത്യനേശൻ അവരുകളെ ഞാൻ ഹാർദവമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ പ്രാസംഗികരായിട്ട് കടന്നു വന്നിരിക്കുന്ന ശ്രീ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അനിൽ സാർ അവരുകളെ ഞാൻ ഹാർദവമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ദൈവനാമത്തിൽ ചെയ്തു കൊള്ളുന്നു. അടുത്തതായിട്ട് സെലിൻ രാജ് സാറിനെയാണ്. അവരുകളെയും നമുക്ക് വേണ്ടി നല്ലതായ മുഖ്യ പ്രഭാഷണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്ന സെലിൻ രാജ് സാർ അവരുകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായിട്ട് എനിക്ക് ഏറെ പ്രിയങ്കരനും എന്നോടൊപ്പം സഹപ്രവർത്തകനുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഏറെക്കാലം പ്രവർത്തിച്ചതാണ് ഞാനും ശ്രീ ബ്രഹ്മിൻ ചന്ദ്രൻ അവരുകൾ. എനിക്ക് കണ്ടതിൽ തന്നെ ഏറ്റവും വളരെയധികം എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രമാത്രം എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷവും എനിക്ക് തോന്നുകയാണ്. കാരണം കുറച്ച് നാളായി എൻ്റെ സഹോദരനെ ഞാൻ കണ്ടിട്ട് തന്നെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തന്നെ നമ്മുടെ ഈ പ്രെയർ ഹാളിലേക്ക് ഏറെ തിരക്കുകൾക്കിടയിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ്. എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ ഈ പാറശാല നിയോജക മണ്ഡലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ ബ്രഹ്മിൻ ചന്ദ്രൻ അവരുകൾ. അപ്പം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ മനോഹരമായ പ്രെയർ ഹാളിലേക്ക് ഉദ്ഘാടന കർമ്മം ചെയ്യുന്ന ദിവസത്തിൽ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് കടന്നു വരുവാനായിട്ട് ദൈവം പ്രിയ സഹോദരനെയും കൂട്ടി വരുത്തി. അതിനെ ഞാൻ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ ശിവബാലൻ അവർകൾ, ബഹുമാനപ്പെട്ട പാസ്റ്ററെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. മുമ്പ് നമ്മുടെ മണ്ണറക്കോണം സഭയിലെ എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ മുതലേ വന്നുകൊണ്ടിരുന്ന പ്രിയ പാസ്റ്ററാണ്. ആ പാസ്റ്ററെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തന്നെ ഈ ആലയത്തിലേക്ക്, ഈ പ്രെയർ ഹാളിലേക്ക് കടന്നു വരുവാനായിട്ട് കാണിച്ച മനസ്സും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മെസ്സേജും തരുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ സന്തോഷത്തോടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്ത നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ എക്സ്-MLA ഉണ്ട്, നമ്മുടെ വാർഡ് മെമ്പറുണ്ട്, എക്സ്-മെമ്പറുണ്ട്. അവരും യോഗത്തിൽ കടന്നു വരും എന്നാണ് എൻ്റെ വന്നിട്ടുണ്ട്. ഏത് നമ്മുടെ മെമ്പർ ശരി ഓക്കെ സോറി, നമ്മുടെ വാർഡ് മെമ്പർ കടന്നു വന്നിട്ടുണ്ട്. തത്തലൻ രാജുവാണ് ആ സാറും. ഈ വാർഡിൻ്റെ കാര്യങ്ങൾ തന്നെ നമുക്കറിയാം, എല്ലാ തിരക്കുകളെല്ലാം ഉണ്ട്, എല്ലാം ഈ വാർഡല്ല. ഓക്കെ, എന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഈ പ്രാർത്ഥന പ്രെയർ ഹാളിൽ പങ്കെടുക്കുവാനും കാണിച്ച നല്ലൊരു മനസ്സിനെ ഞാൻ ഏറെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പിന്നെ എനിക്കിനി പറയാനായിട്ട് കൂടുതലായിട്ടുള്ളത് എൻ്റെ സഹോദരനും പ്രിയ പാസ്റ്ററും നമ്മുടെ സഭയുടെ എല്ലാം മുഖ്യ കാരണവർ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങൾക്കും
എല്ലാവർക്കും നല്ലൊരു ദൂതുവാകിയും എല്ലാവരെയും ഏറെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ദൈവത്തെ അറിയാതെ നടന്നിട്ട് അറിഞ്ഞിട്ടും അറിയാതെ നടന്നവരെല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം എത്തിച്ച കുടുംബമാണ് എൻ്റെ ഷാജി ബ്രദർ അവർകൾ ഫാമിലി, പ്രിയ സിസ്റ്റർ ഫാമിലി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇത്രയും തിരക്കുകളിലും ഇത്രയും ഈ ഭവനത്തിൽ വന്ന് ഇവിടെ നമുക്കൊരു മനോഹരമായൊരു പ്രെയർ ഹാൾ പണിതെടുക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാ വിശിഷ്ട അതിഥികളെ എല്ലാവരെയും ഓടി നടന്ന് എല്ലാറ്റിനും ഇടയ്ക്ക് എല്ലാവരെയും ഓടി നടന്ന് തക്ക സമയം തന്നെ ഇവിടെ കൂട്ടി വരുത്തുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പറയാനായിട്ട് വാക്കുകളില്ല. കാരണം അത്രമാത്രമാണ് പ്രവർത്തിക്കുന്നതല്ല പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങൾക്കുള്ള ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് പ്രിയ ബ്രദറിനെ ഫാമിലിയായിട്ട് തന്നെ സഹായിച്ചത്. ഇനിയും അധികമായിട്ട് അനേകരുടെ ശ്രേഷ്ഠ ഇടയനായിട്ട് തന്നെ ദൈവം കണ്ടിരിക്കുന്നു. ഇനിയും അധികം ഉയരങ്ങളിലേക്ക് നല്ല ശ്രേഷ്ഠ ഇടയനായിട്ട് അനേക ജാതികളുടെ ഇടയിൽ തന്നെ ഇതേപോലെ ദൈവത്തെ അറിയുവാനും ദൈവത്തെ അറിയാതിരിക്കുന്നവരെ ദൈവനാമത്തിലേക്ക് കൂട്ടിവരുത്തുവാനും ശ്രേഷ്ഠ ഇടയനെ ദൈവം ഇത്രത്തോളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. ഇനിയും ദൈവം അധികം ശക്തിയും ബലവും ആരോഗ്യവും പുതിയ കൃപ, പുതിയ വരങ്ങളെല്ലാം ദൈവം ആത്മീകമായിട്ട് തന്നെ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഏറെ സ്നേഹത്തോടെയും ആദരവോടും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ പ്രിയ സഹോദരനെ ഞാൻ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ മനോഹരമായൊരു പ്രെയർ ഹാള് വരുവാൻ ഭവനവാസിയായ നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചർ അവർക്ക് ദൈവം കൊടുത്ത നല്ലൊരു മനസ്സ് അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാനും അനേകരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്ന് വെച്ചാൽ നമ്മൾ പല ആവശ്യങ്ങളോട് കൂടെ ഇരിക്കുന്നവരാണ്. അവർക്കൊരു സഹായവും ആശ്വാസത്തിനായി തന്നെ ഈ പ്രെയർ ഹാള് പണിയാൻ കൊടുത്ത ആ മനസ്സിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും അധികം ദൈവാത്മാക്കൾ ഞങ്ങളുടെ ഈ പ്രെയർ ഹാളിലെ വരുവാൻ നിറഞ്ഞു കവിയോളം അനേക ദൈവമക്കളെ ഈ പ്രെയർ ഹാളിലേക്ക് കൂട്ടിവരുത്താൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇനിയും പ്രിയ മാതാവിന് പൂർണ്ണമായ ബലവും ആരോഗ്യവും കൃപയും ശക്തിയും ദൈവാനുഗ്രഹവും കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഹാർദവമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഭാ വിശ്വാസികൾ ഉൾപ്പെടെ ഹാർദവമായിട്ട് നമ്മുടെ ഈ പ്രെയർ ഹാളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവനാമത്തിൽ എൻ്റെ എല്ലാവിധമായ സ്വാഗതവും ഹാർദവമായിട്ട് എല്ലാം നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.